ഹലോ ആൻഡ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. എനിക്ക് കുറച്ച് സിക്കായിട്ടുള്ളൊരു ഡേ ആണ്. അപ്പോൾ ഞാൻ വർക്ക് ഫ്രം ഹോം എടുത്തു. ആ വർക്ക് ഫ്രം ഹോമിലെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ആസ് യൂഷ്വൽ രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് ഫേസൊക്കെ വാഷ് ചെയ്തു. ഞാൻ ആകെ ചെയ്യുന്നൊരു സ്കിൻ കെയർ റുട്ടീനാണ് ഈ ഫേസ് വാഷ് ഇട്ട് ഫേസ് വാഷ് ചെയ്യണേ. അങ്ങനെ ഫേസൊക്കെ വാഷ് ചെയ്ത് ഒരു ടവലൊക്കെ ഇട്ട് അത് തുടച്ച് മുടിയൊക്കെ ടൈ ചെയ്ത് ഞാൻ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. കാച്ചിലും സാമ്പാറും ആയിരുന്നു. ഇറ്റ് വാസ് ടേസ്റ്റ് ലൈക്ക് ഓസം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത് കഴിച്ചൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. കാരണം എനിക്ക് ചെറുതായിട്ട് പനി അതുപോലെ തന്നെ തൊണ്ടവേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ചൂട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം. അങ്ങനെ 9:30 ആയി. എനിക്ക് ഓഫീസ് ടൈമായി. എൻ്റെ ഷിഫ്റ്റ് വന്നിട്ട് 9:30 to 5 ആണ്. അപ്പോൾ നമ്മൾ ലാപ്പൊക്കെ എടുത്ത് ഓണാക്കി നമ്മൾ വർക്കിലോട്ട് കിടക്കുവാണ്. ബേസിക്കലി ഞാൻ ഇൻറ്റീരിയർ ഡിസൈനറാണ്. അപ്പോൾ എനിക്കിപ്പോൾ കറൻ്റ്ലി ഞാൻ വർക്ക് ചെയ്യണ ഒരു റെസിഡൻഷ്യൽ പ്രൊജക്റ്റിലാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ 3D വ്യൂസും അതുപോലെ തന്നെ CAD-ഉം ചെയ്തിട്ട് അയക്കാനുണ്ട്. അപ്പോൾ ആ ഒരു പ്രോസസ്സിലേക്കാണ് ഞാനിനി പോകുന്നത്. ഒരു 10:30 ആയപ്പോഴത്തേനും ഞാനൊരു ചെറിയ ബ്രേക്ക് എടുത്തു. കാരണം എനിക്ക് നല്ല ചുമയുണ്ടായി. അപ്പോൾ അമ്മയുടെ ഗാർഡനിൽ ചെറുതായിട്ട് അമ്മയും പനിക്കൂർക്കയും തുളസിയും ഒക്കെ നട്ടിട്ടുണ്ടായി. അപ്പോൾ അതൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ട് ഒരു കാപ്പി ഉണ്ടാക്കി കുടിക്കാമെന്ന് ഓർത്തു. അത് ഭയങ്കര റിലീഫായിരുന്നു. കാരണം നമുക്ക് ഈ ചുമയൊക്കെ ഉള്ളപ്പോൾ ഈ ചൂട് കാപ്പി ആ ഒരു തുളസിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് തോന്നും. അപ്പോൾ എനിക്കത് ഭയങ്കര റിലീഫാണ്. ഇനി ആർക്കെങ്കിലും ഒരു കഫ് അല്ലെങ്കിൽ ഒരു തൊണ്ടവേദനയൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയൊരു ബെസ്റ്റ് കോഫിയാണ് ഈ ഒരു കാപ്പി. അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ബാക്ക് ടു വർക്ക്. അങ്ങനെ ഉച്ചയായി. ഉച്ചയ്ക്ക് ചോറുണ്ടു. സാമ്പാറും ചേമ്പ് തോരനും സാലഡൊക്കെ കൂട്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ ഈ ഹോംലി ഫീലുള്ള കറികളൊക്കെ കൂട്ടി ചോറുണ്ണണേ. പിന്നെ നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് സിക്കായിട്ടിരിക്കുമ്പോൾ നമുക്ക് ഈ ചൂടുള്ള ഫുഡ് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു റിലീഫില്ലേ. ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്ക് ടു വർക്ക്. എനിക്ക് ഈ റൂമിൽ തന്നെ ഇരുന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം തലവേദനയൊക്കെ എടുക്കണ്ടായി. അപ്പോൾ ഞാനൊരു പ്ലേസ് മാറിയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഹാളിലേക്ക് വന്നിരുന്നു. ആ ഒരു ഈ റൂംസ് ചേഞ്ച് ചെയ്തിരുന്ന് വർക്ക് ചെയ്യണേയും പഠിക്കണമൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു. പിന്നെ ഇടയ്ക്കൊക്കെ അമ്മ ഇങ്ങനെ കാപ്പി ഉണ്ടാക്കി തരണ്ടായി. കാരണം എനിക്ക് നല്ല ജലദോഷം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പനി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചൂട് കാപ്പി ഉണ്ടാക്കി കുടിക്കുമ്പോൾ നമുക്ക് നല്ല റിലീഫാലോ. ആ ഒരു സമാധാനം ഉണ്ടായിരുന്നു കുടിക്കുമ്പോൾ. പിന്നെയും ബാക്ക് ടു വർക്ക്. കാരണം വർക്ക് ഫ്രം ഹോം എടുത്തിട്ട് നമ്മൾ വർക്ക് സബ്മിറ്റ് ചെയ്യണം. ഞങ്ങൾക്ക് അപ്ഡേഷൻസ് കൊടുക്കണമായിരുന്നു വൈകിട്ട്. സോ വർക്കിൽ ശരിക്കും ഞാൻ ഫോക്കസ് ചെയ്തു.
അങ്ങനെ 5 o'clock ആയി. ഇറ്റ്സ് ടൈം ടു ഷട്ട് ഡൗൺ. എൻ്റെ വർക്ക് അപ്ഡേറ്റ്സൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ട് ഞാൻ ഷട്ട് ഡൗൺ ചെയ്തു. ആ ഒരു സമയമായപ്പോൾ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് പനിക്കുണ്ടായി. അപ്പോൾ ഞങ്ങൾ നേരെ പോയി ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്ന് മെഡിസിൻസൊക്കെ വാങ്ങിച്ച് ബാക്ക് ടു ഹോം വന്നു. വീട്ടിലെ ലെഫ്റ്റ് ഓവർ ക്രിസ്മസ് കേക്കൊക്കെ ഉണ്ടായി. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ പ്രത്യേകിച്ചൊന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് നെക്സ്റ്റ് ഡേ നൈറ്റിൽ ഷൂട്ട് ചെയ്തായിരുന്നു. കാരണം എനിക്കൊരു എൻഡ് പറയാനായിട്ട് വീഡിയോസൊന്നും ഉണ്ടായില്ല. അപ്പോൾ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. വൈകിട്ട് മെഡിസിൻസൊക്കെ കഴിച്ച് ഞാൻ കിടന്നു. അപ്പോൾ അത്രയുള്ള വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു ഓൺ ദ നെക്സ്റ്റ് വ്ളോഗ്.